പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2026-27 അധ്യയന വർഷത്തേക്കുള്ള PG അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള അലോട്ട്മെന്റ് ഷെഡ്യൂള് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അലോട്ട്മെന്റ് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ട്രയൽ അലോട്ട്മെന്റ്, ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, അഡ്മിഷന്, ഈ കാര്യങ്ങളൊക്കെ ഏതൊക്കെ ദിവസങ്ങളിലാണ് എന്നുള്ളതാണ് അലോട്ട്മെന്റ് ഷെഡ്യൂളിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ അത് വിശദമായിട്ട് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ തുടങ്ങിയത് മെയ് 20 സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തു. ജൂൺ 8 വൈകുന്നേരം 4 മണിക്ക് രജിസ്ട്രേഷൻ അവസാനിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ളത് ട്രയൽ അലോട്ട്മെന്റ് വരും. ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുമ്പോൾ 12-ാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുക. ജൂൺ 12 വൈകുന്നേരം 5 മണിക്ക് ട്രയൽ അലോട്ട്മെന്റ് വരും. ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ജൂൺ 13, 14 വൈകുന്നേരം 4 മണി വരെ ട്രയൽ അലോട്ട്മെന്റിന് ശേഷമുള്ള എഡിറ്റിംഗ് ആണ്. ട്രയൽ അലോട്ട്മെന്റിന് ശേഷം ആവശ്യമുള്ള പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യുക, മറ്റു എഡിറ്റിംഗ് സൗകര്യം വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി നൽകുന്നത് ട്രയൽ അലോട്ട്മെന്റിന് ശേഷം വൈകുന്നേരം 13, 14, 14-ാം തീയതി വൈകുന്നേരം 4 മണിക്കാണ്. 4 മണി വരെ എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ലിങ്ക് ഫോർ നോൺ BA ഇംഗ്ലീഷ് കാൻഡിഡേറ്റ് ടു പ്രൊവൈഡ് അറ്റൻഡൻസ് കൺഫർമേഷൻ ഓഫ് MA ഇംഗ്ലീഷ് എൻട്രൻസ് എക്സാമിനേഷൻ. BA ഇംഗ്ലീഷ് പഠിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടാവും. അവർക്ക് MA ഇംഗ്ലീഷിന് അഡ്മിഷൻ എടുക്കണമെങ്കിൽ എൻട്രൻസ് പരീക്ഷ എഴുതണം. അതിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്യാം. എനിക്കിങ്ങനെ MA ഇംഗ്ലീഷിന് എൻട്രൻസ് പരീക്ഷ എഴുതാൻ താല്പര്യമുണ്ട്. 15-ാം തീയതി വൈകുന്നേരം 4 മണി വരെ അതിനുള്ള ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ടാവും. അതിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പിന്നീട് എൻട്രൻസ് പരീക്ഷ ഉണ്ടാവും. എന്നിട്ടാണ് ഈ MA ഇംഗ്ലീഷിന് BA ഇംഗ്ലീഷ് പഠിക്കാത്തവർക്ക് അഡ്മിഷൻ നൽകുക. ഇനി അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെന്റ് ഈ വരുന്ന ജൂൺ 17 വൈകുന്നേരം 4 മണിക്ക് പബ്ലിഷ് ചെയ്യും. 4 മണിക്ക് അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 20-ാം തീയതി വൈകുന്നേരം 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കൊടുത്ത ഏതെങ്കിലും ഒരു ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാൻഡേറ്ററി ഫീ പേയ്മെന്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയത് എനിക്ക് അഡ്മിഷൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട് എന്നാണ് അതിനർത്ഥം. ഇങ്ങനെ മാൻഡേറ്ററി ഫീ അടക്കാതെ നിന്ന് കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കില്ല. ഓക്കെ, ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ പറയും. ഇതിന്റെ കൂടെ തന്നെ നീഡ് നോട്ട് റിപ്പോർട്ട് അറ്റ് ദ കോളേജ്. ഈ വിദ്യാർത്ഥികൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ കോളേജിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്യുക, മാൻഡേറ്ററി ഫീ അടക്കുക. 23-ാം തീയതി കോളേജിലേക്ക് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് കോട്ട, TLM കോട്ട ലിസ്റ്റും അതർ അപ്ലൈഡ് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ് ചെയ്ത കോളേജിലേക്ക് റാങ്ക് ലിസ്റ്റ് അയച്ചു കൊടുക്കും. കോളേജുകാർക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 24-ാം തീയതി സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും വൈകുന്നേരം 4 മണിക്ക്. സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടക്കുക, പെർമനന്റ് അഡ്മിഷൻ എടുക്കുക, കോളേജിൽ പോയി പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. 30-ാം തീയതി വരെ, ജൂൺ 30 വരെ വിദ്യാർത്ഥികൾക്ക് വൈകുന്നേരം 4 മണി വരെ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരും സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം എന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെ പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. നമുക്ക് ആ സമയത്ത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വരും. പെർമനന്റ് അഡ്മിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. അടുത്ത അലോട്ട്മെന്റിൽ പുതിയ ഇതിലേക്ക് കിട്ടിയാൽ നമുക്ക് ആ കോളേജിലേക്ക് മാറാനുള്ള അവസരം കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണം. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം 29-ാം തീയതി സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് 29-ാം തീയതി പബ്ലിഷ് ചെയ്യും. 30-ാം തീയതി മുതൽ കോളേജുകൾക്ക് കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് കോട്ട, സ്പോർട്സ് കോട്ട, TLM കോട്ടയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ബേസ്ഡ് അഡ്മിഷൻ നടത്താൻ സാധിക്കും. കോളേജുകൾക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഈ കോട്ടയിലേക്കുള്ള അഡ്മിഷൻ 30-ാം തീയതി മുതൽ തുടക്കം കുറിക്കും. 30-ന് മുമ്പ് ഈ കോട്ടയിലേക്കുള്ള അഡ്മിഷൻ കോളേജുകൾക്ക് തുടങ്ങാൻ പറ്റില്ല. അത് 30-ാം തീയതിയോട് കൂടിയാണ് തുടങ്ങാൻ സാധിക്കാം. അങ്ങനെ 30-ാം തീയതിയോട് തുടങ്ങിക്കഴിഞ്ഞാൽ ജൂലൈ 1-ാം തീയതി ക്ലാസ് ആരംഭിക്കും. ഈ വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ് 2026-ലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ PG ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ് 1-ാം തീയതി ആരംഭിക്കും. ഇനി ലേറ്റ് രജിസ്ട്രേഷൻ ആൻഡ് എഡിറ്റിംഗ്, ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കുള്ള രജിസ്ട്രേഷനും ഇനി എന്തെങ്കിലും എഡിറ്റിംഗ്, ചിലപ്പോൾ റീവാലുവേഷന്
അതേപോലെ തന്നെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത് വന്ന റിസൾട്ടുകളൊക്കെ പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും വരാനുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് ചെയ്യാനുള്ള സൗകര്യമായിരിക്കും ജൂൺ 30 മുതൽ ജൂലൈ 4 വരെ വൈകുന്നേരം 4 മണി വരെ എഡിറ്റിങ്ങിനുള്ള സൗകര്യമുണ്ട്. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്കുള്ളതാണ് ലേറ്റ് രജിസ്ട്രേഷൻ. അങ്ങനെ ഈ ലേറ്റ് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. നിങ്ങളൊക്കെ കൊടുത്ത ഓപ്ഷൻ്റെ അടിസ്ഥാനത്തിലുള്ള റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യും. ജൂലൈ 7 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് പിന്നെ ജൂലൈ 10 മുതൽ ജൂലൈ 20 വരെയുള്ള ദിവസങ്ങളിൽ ആ റാങ്ക് ലിസ്റ്റ് ബേസ്ഡ് അഡ്മിഷനാണ് നടക്കുക. ഡിഗ്രിയുടെ പോലെയല്ല, കുറച്ച് സീറ്റുള്ളൂ, കുറച്ച് പെട്ടെന്ന് അഡ്മിഷൻ പ്രക്രിയ അവിടെ അവസാനിക്കും. പിന്നീട് ജൂലൈ 15 മുതൽ വീണ്ടും രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചില കുട്ടികൾക്കൊക്കെ അതിനുശേഷം മാനേജ്മെന്റ് കോട്ട സീറ്റ് റെഡിയാവും, പക്ഷേ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ. അതേപോലെ ഓട്ടോണമസ് കോളേജിലൊക്കെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം കൂടിയാണ് ലേറ്റ് രജിസ്ട്രേഷൻ. അങ്ങനെ ഓഗസ്റ്റ് 29 അഡ്മിഷൻ ക്ലോസ് ചെയ്യുമെന്നുള്ള രീതിയിലാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.